മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. കൊല്ലവർഷം 12/02 മേടം രാശിക്കാർക്ക് ദീർഘകാലമായ അഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ വലിയ ശുഭപ്രതീക്ഷകൾ കൈവരിക്കുവാനും സാധിക്കുന്ന വർഷമാണ് ഇത്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന സ്വന്തമായി ഒരു വീട്, ഭൂമി അല്ലെങ്കിൽ വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള പ്രയത്നങ്ങൾ ഈ കാലയളവിൽ പൂർണ്ണമായ വിജയം കാണും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഉണ്ടാകും. എങ്കിലും നിലവിൽ മേടം രാശിക്കാർക്ക് 12ാം ഭാവത്തിൽ 7 ശനി നടക്കുന്ന കാലഘട്ടമായതിനാൽ കടുത്ത ജാഗ്രതയും അച്ചടക്കവും അനിവാര്യമാണ്. 12/02 ഭൂരിഭാഗവും സമയവും ഇടവം മിഥുനം 2027 ജൂൺ വരെ ഈ പ്രതികൂലതകൾ നിലനിൽക്കുമെങ്കിലും കൃത്യമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ 7 ശനിയുടെ കാഠിന്യം കുറയുവാനും വ്യാഴത്തിന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വർഷാവസാനത്തോടെ ശനിയുടെ ഭാവമാറ്റത്തിലൂടെ വലിയൊരു ആശ്വാസം അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. വ്യാഴം തുടക്കത്തിൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ജന്മജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് പുതിയ വീട്, ഭവനം, ഭൂമി എന്നിവ സ്വന്തമാക്കുവാനും കുടുംബസുഖം വർദ്ധിക്കുവാനും വഴിയൊരുങ്ങുന്നതാണ്. വ്യാഴം ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ സന്താന ഭാഗ്യം, തൊഴിൽപരമായ വലിയ വളർച്ച, സാമ്പത്തിക സമൃദ്ധി എന്നിവ അനുഭവവേദ്യമാകും. എന്നാൽ വ്യാഴത്തിന് സ്ഥാനബലം കുറഞ്ഞവർ വസ്തു ഇടപാടുകളിൽ നിക്ഷേപങ്ങളിലും വഞ്ചിക്കപ്പെടുവാതിരിക്കുവാൻ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. അല്ലാത്ത പക്ഷം വലിയ ധനനഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. 7 ശനിയുടെ കാലമായതിനാൽ വ്യാഴത്തിനും ശനിക്കും ഉചിതമായ പരിഹാരങ്ങൾ ചെയ്ത് അനുഗ്രഹം നേടേണ്ടതുണ്ട്. ജാതകത്തിൽ ശനി അനുകൂലമായുള്ളവർക്ക് വിദേശയാത്രകൾ, പുതിയ സംരംഭങ്ങൾ, പുണ്യകാര്യങ്ങൾക്ക് ആയുള്ള ചെലവുകൾ എന്നിവയുടെ തടസ്സങ്ങൾ ഇല്ലാതെ മുന്നേറുവാൻ സാധിക്കും. 7 ശനിയുടെ പ്രതികൂലതകൾ ബാധിക്കുകയില്ല. എന്നാൽ ശനി പ്രതികൂലമായി നിൽക്കുന്നവർക്ക് അനാവശ്യമായ ചെലവുകൾ, ഉറക്കക്കുറവ്, അലർജി എന്നിവ ഉണ്ടാകുവാനും ഇടയുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും അനാവശ്യമായ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് വലിയ ആശ്വാസം നൽകുന്നതാണ്. രാഹുവും കേതുവും യഥാക്രമം 11-5 ഭാവങ്ങളിലും തുടർന്ന് 10-4 ഭാവങ്ങളിലേക്ക് മാറുന്നതാണ്. തുടക്കത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭവും വലിയ സൗഹൃദ കൂട്ടായ്മകളും സമ്മാനിക്കുമെങ്കിലും തുടർന്ന് രാഹുവും കേതുവും മാറുമ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ കൈവരികയും അതേസമയം കുടുംബ ഗാർഹിക വിഷയങ്ങളിൽ വളരെയധികം ക്ഷമയും വിവേകവും പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. പൊതുഫലങ്ങൾ. വ്യാഴത്തിന്റെ അനുകൂലമായ മാറ്റങ്ങൾ ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തമുള്ള പുതിയ പതിവുകളും സ്ഥാനക്കയറ്റവും അർഹമായ അംഗീകാരങ്ങളും സ്വന്തമാക്കാൻ ആകുന്നതാണ്. ബിസിനസ്സിലും സംരംഭത്തിലും പുതിയ വിപുലീകരണങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക രേഖകൾ കൃത്യമായി പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഉന്നത പഠന പ്രവേശനത്തിനും മികച്ച വിജയവും ഏകാഗ്രതയും ലഭിക്കും. വസ്തു ഇടപാടുകളിലൂടെയും കരിയറിലൂടെയും വരുമാനം വർദ്ധിക്കുമെങ്കിലും 12ൽ 7 ശനി തുടങ്ങുന്നതിനാൽ വരവും ചെലവും കൃത്യമായി ബഡ്ജറ്റ് ചെയ്തില്ലെങ്കിൽ കനത്ത ധനനഷ്ടം സംഭവിക്കാവുന്നതാണ്. അനാവശ്യമായ ധനവിനിയോഗവും അനാവശ്യ ജാമ്യം നിൽക്കുന്നതും പൂർണ്ണമായി ഒഴിവാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി പരസ്പര വിശ്വാസവും സന്തോഷവും പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ്. സന്താന ഭാഗ്യത്തിനായുള്ള കാത്തിരിപ്പ് സഫലമാകും. ഗാർഹിക ജീവിതത്തിൽ സമാധാനവും മുതിർന്നവരുമായുള്ള പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നതാണ്. 7 ശനിയുടെ ആദ്യഘട്ടത്തിനായതിനാൽ ഉറക്കക്കുറവും ചെറിയ ശാരീരിക അസ്വസ്ഥതകളും അലിച്ചിലുകളും വരാമെങ്കിലും കൃത്യമായ വ്യായാമത്തിലൂടെയും ചിട്ടയായ ദിനചര്യയിലൂടെയും ആരോഗ്യം കാത്തുസൂക്ഷിക്കാനാകും. സ്വന്തമായി വീട്, ഭൂമി, പുതിയ വാഹനം എന്നിവ വാങ്ങാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. മാസാടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ. ചിങ്ങം സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാനും കൃത്യമായ തീരുമാനങ്ങളിലൂടെ കരിയറിലും പഠനത്തിലും മുന്നേറ്റം ഉണ്ടാകുവാനും സാധിക്കും. കന്നി എതിർപ്പുകളെ പരാജയപ്പെടുത്തുവാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും പഴയ ബാധ്യതകൾ തീർത്ത് മുന്നേറുവാനും സാധിക്കുന്നതാണ്. തുലാം പങ്കാളിത്ത ഇടപാടുകളിലും ദാമ്പത്യത്തിലും അനാവശ്യമായ വാഗ്വാദങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിട്ടുവീഴ്ച പുലർത്തണം. വൃശ്ചികം ആരോഗ്യ കാര്യങ്ങളിലും യാത്രാവേളകളിലും ജാഗ്രത പുലർത്തണം. ഔദ്യോഗിക കാര്യങ്ങളിൽ തിടുക്കം കൂട്ടാതെ പക്വതയോടെ നീങ്ങുന്നത് ഉചിതമായിരിക്കും. ധനു തടസ്സങ്ങൾ മാറിക്കിട്ടും. മുതിർന്നവരുടെ പിന്തുണ ലഭിക്കുന്നതും പുണ്യയാത്രകൾ നടത്തുന്നതും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ വഴിയൊരുങ്ങും. മകരം ഔദ്യോഗിക രംഗത്ത് വലിയ നേട്ടങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും പ്രശംസ വന്നു ചേരുന്നതിനും കാരണമാകും. കുംഭം സാമ്പത്തിക സ്രോതസ്സുകൾ വിപുലമാക്കുന്നതിനും ദീർഘകാല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും സുഹൃത്തുക്കളിൽ നിന്ന് മികച്ച സഹായം ലഭിക്കുവാനും ഇടയാകും. മീനം അനാവശ്യ ധനച്ചെലവുകൾ നിയന്ത്രിക്കണം. ഉറക്കക്കുറവോ അലച്ചിലോ വരാമെങ്കിലും ആസൂത്രിതമായി കാര്യങ്ങൾ നീക്കുന്നതാണ് ഉചിതം. മേടം വൻ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും കൈവരും. പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് ഇത്. ഇടവം വരുമാനത്തിൽ സ്ഥിരത നൽകുമെങ്കിലും സംസാരത്തിൽ പക്വത പുലർത്തുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ സഹായിക്കും.
മിഥുനം പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കരുത്ത് പകരുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണയും ഉറപ്പാകും. കർക്കിടകം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രത്യേക ഗ്രഹമാറ്റങ്ങൾ. മേടവിഷു സംക്രമം. വൻ ആത്മവിശ്വാസവും പുതിയ ലക്ഷ്യബോധവും കൈവരുവാനും സ്വയപ്രയത്നത്തിലൂടെ തടസ്സങ്ങളെ അതിജീവിച്ച് മുൻനിരയിലേക്ക് ഉയരുവാനും നേതൃത്വപരമായ കഴിവുകൾ തെളിയിക്കുവാനും ഈ സംക്രമം സഹായിക്കും. വ്യാഴമാറ്റം തുടക്കം മുതൽ 2026 ഒക്ടോബർ 31 വരെ. കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വീട് നിർമ്മാണവും വസ്തു ക്രയവിക്രയവും പുതിയ വാഹനം വാങ്ങൽ എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഘട്ടമാണ് ഇത്. വ്യാഴമാറ്റം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ. ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ സന്താന ഭാഗ്യവും സാമ്പത്തിക ഉണർവ്, തൊഴിൽപരമായ വലിയ അവസരങ്ങൾ എന്നിവയും വന്നുചേരും. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം 2027 ജനുവരി മുതൽ 2027 ജൂൺ 26 വരെ. കർക്കിടകത്തിലേക്ക് തിരികെ നിൽക്കുന്നതിനാൽ ഗാർഹിക കാര്യങ്ങളിലെ പഴയ പദ്ധതികൾ പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കും. വ്യാഴം നേർഗതിയിൽ 2027 ജൂൺ 26 മുതൽ 2027 നവംബർ 26 വരെ. വീണ്ടും ചിങ്ങത്തിൽ സ്ഥിരപ്പെടുന്നതോടെ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും ലാഭവും സമഗ്രമായ സാമ്പത്തിക വളർച്ചയും ഉറപ്പാകും. രാഹു കേതു പ്രഭാവം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അപ്രതീക്ഷിതമായ ധനലാഭവും പുതിയ വരുമാന മാർഗങ്ങളും തുറന്നു തരുമ്പോൾ ചിന്തകളിൽ ആത്മീയ പക്വത നൽകും. അടുത്ത രാശിമാറ്റത്തോടെ കരിയറിൽ പുതിയ തന്ത്രങ്ങളും വിപുലീകരണ സാധ്യതകളും കൈവരുമെങ്കിലും വസ്തു ഭവന ഇടപാടുകളിൽ കൃത്യമായ രേഖ പരിശോധനകൾ നടത്തിയില്ലെങ്കിൽ കനത്ത നഷ്ടം സംഭവിക്കാവുന്നതാണ്. ശനി സഞ്ചാരവും രാശിമാറ്റവും. വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ വിദേശ കാര്യങ്ങൾക്കും പുതിയ മുതൽ മുടക്കുകൾക്കും വഴിയൊരുങ്ങുമെങ്കിലും ചെലവുകളിൽ കർശനമായ ആസൂത്രണം വേണ്ടതാണ്. കടുത്ത ശാരീരിക മാറ്റത്തിൽ ശനി ജന്മത്തിലേക്ക് അടുക്കുമ്പോൾ ആരോഗ്യകാര്യത്തിലും ദിനചര്യകളിലും അതീവ ശ്രദ്ധ പുലർത്തണം. ശനി മൗഢ്യം. സൂര്യനുമായി ചേർന്ന് ശനിക്ക് മൗഢ്യം വരുന്ന വേളയിൽ അനാവശ്യ ചെലവുകൾക്കുള്ള ഉറക്കക്കുറവുകളും വരാതെ ചിട്ടയായ വിശ്രമം ഉറപ്പാക്കുക. കുജന്റെ സഞ്ചാരം. മേടൻ രാശ്യാധിപനായ ചൊവ്വ കർക്കിടകത്തിൽ നീചവ്യവസ്ഥയിൽ വരുന്ന വേളയിൽ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ, കോപവും ഒഴിവാക്കി സംയമനം പാലിക്കുക. സൂര്യന്റെ നീചസ്ഥിതി. തുലോ മാസത്തിൽ ദാമ്പത്യത്തിലും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധിക്കേണ്ടവ: വ്യാഴത്തിന്റെ ആനുകൂല്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി വീട് പണി പൂർത്തിയാക്കുവാനും ഭൂമി വാങ്ങുവാനുമുള്ള നീക്കങ്ങൾ മുൻഗണന നൽകി നടപ്പിലാക്കാവുന്നതാണ്. എന്നാൽ രേഖകൾ അതീവ ജാഗ്രതയോടെ പരിശോധിച്ചില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുവാനും ധനനഷ്ടം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർ വ്യാഴം ചിങ്ങം രാശിയിൽ നിൽക്കുന്ന അനുകൂലമായ സമയം പ്രയോജനപ്പെടുത്തി വിദഗ്ധ പരിശോധനകളും ചികിത്സകളും ചിട്ടയായി പരിശോധിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ ചുമതലകളും പ്രൊജക്ടുകളും ഏറ്റെടുക്കുമ്പോൾ നിലവിലെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരാതെ സൂക്ഷിക്കുന്നതും ഉചിതമായിരിക്കും. ഏഴര ശനി നിലനിൽക്കുന്നതിനാൽ അമിതമായ ആത്മവിശ്വാസവും എടുത്തുചാടിയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായ ഉറക്കവും വിശ്രമവും ജീവിതശൈലിയുടെ ഭാഗമാക്കുകയും ചെയ്യുക. കൊല്ലവർഷം 12-02 മേടം രാശിക്കാർക്ക് വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഓരോന്നായി സഫലമാകുവാനും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും കൊണ്ടുവരാനും സാധിക്കുന്ന വർഷമാണ് ഇന്ന്. ശനി നൽകുന്ന അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രതയോടെയുള്ള സാമ്പത്തിക ആസൂത്രണവും ഉചിതമായ ഗ്രഹദോഷ പരിഹാരങ്ങളും പിന്തുടർന്നാൽ വ്യാഴ അനുകൂലതയുടെ സ്വന്തമായി വീട് എന്ന സ്വപ്നം, സാമ്പത്തിക ഭദ്രതയും കൈവരിക്കുവാൻ മേടം രാശിക്കാർക്ക് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.